ഇന്നലെ രാത്രി വൈകി ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി ഗൾഫ് അറേബ്യൻ മേഖലയിൽ അതിശക്തമായ ആക്രമണം അമേരിക്കൻ സേനയും ഇറാൻ്റെ സേനയും തമ്മിൽ നേർക്കുനേർ നടന്നുവെന്ന റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ തന്നെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിയമലംഘനമാണ് അമേരിക്ക ഇപ്പോൾ ഹോർമൂസിനെ ചുറ്റിപ്പറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാരോപിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ തിരികെ US പ്രപ്പോസലിന് എതിരെ കൊടുക്കാവുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, ആ റിവ്യൂ റിപ്പോർട്ട് എന്താണ് തീരുമാനമെന്നത് പറയാതെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു അന്തരീക്ഷം പ്രകടമാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇറാൻ്റെ ഒരു കൊമേഴ്ഷ്യൽ കപ്പലിന് മേൽ അമേരിക്കൻ സേന ആക്രമണം നടത്തിയെന്നും 10 പേർക്ക് മുറിവേറ്റെന്നും 5 പേരെ കാണാനില്ലെന്നും ഇറാൻ്റെ ചില വാർത്താ ഏജൻസികൾ പറയുന്നത്. അതിനെ തുടർന്ന് സംഘർഷാവസ്ഥ രൂക്ഷമായി പോകുന്ന ഹോർമൂസ് കടലിടുക്കിനെയാണ് മെയ് 8-ാം തീയതി പകൽ മുഴുവനും നമ്മൾ കാണുന്നത്. വെടിനിർത്തൽ കാലത്തെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തുകയാണ് അമേരിക്ക ചെയ്യുന്നതെന്ന് ആരോപിക്കുന്ന ഇറാൻ പ്രത്യേകിച്ചുള്ള പ്രകോപനമൊന്നും കൂടാതെ തന്നെയാണ് അയൽ രാജ്യങ്ങൾക്ക് മേൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുകയാണ്. UAEക്ക് മേൽ 3 ഡ്രോണുകളും 2 മിസൈലുകളും ഇന്ന് മെയ് 8-ാം തീയതിയും പായിച്ചു ഇറാന്റെ ഭാഗത്തു നിന്ന്. 3 പേർക്ക് സാരമായ പരിക്കുകൾ പറ്റി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. എല്ലാ ഡ്രോണുകളും മിസൈലുകളും UAE സേന ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു എന്ന ഔദ്യോഗിക അറിയിപ്പും വരികയാണ്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് UAEയിലേക്ക് വന്ന മൊത്തം ഡ്രോണുകളുടെ എണ്ണം കണക്ക് കൂട്ടിയാൽ ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെ 2263 ഡ്രോണുകളാണ് വന്നത്. 551 മിസൈലുകളും 29 ക്രൂയിസ് മിസൈലുകളും വന്നു. എല്ലാറ്റിനെയും നിർവീര്യമാക്കാൻ പറ്റി എന്നുള്ളത് UAE സായുധ സേനയുടെ കിരീടത്തിലെ പൊൻതൂവലായി മാറുകയാണ്. ചില കണക്കുകൾ പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന വിധത്തിലാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് കുടുങ്ങിക്കിടപ്പാണ് എന്ന രൂപത്തിൽ എത്രയോ ആഴ്ചകളായി 1500-ലധികം കപ്പലുകളുണ്ടത്രേ. ഇതിലൊക്കെ എണ്ണയും മറ്റു സാധനങ്ങളുമുണ്ട്. ഫെർട്ടിലൈസർ നിർമ്മാണത്തിന് വേണ്ട സാമഗ്രികളുണ്ട്, അസംസ്കൃത വസ്തുക്കളുണ്ട്, അത്യാവശ്യം വേണ്ട ഗ്യാസുണ്ട്, പെട്രോളുണ്ട്, ഡീസലുണ്ട്, ഏവിയേഷൻ സ്പിരിറ്റുണ്ട്, ഉപ്പും മുളകും അടക്കമുള്ള സാധാരണ സാധനങ്ങളും കണ്ടെയ്നറുകളിൽ ശീതീകരിച്ച കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന നിരവധി ഭക്ഷ്യവസ്തുക്കളും ഒക്കെയുണ്ട് എന്ന് കേൾക്കുകയാണ്. 20,000-ഓളം ക്രൂ അംഗങ്ങൾ ഈ മേഖലയിൽ നട്ടം ചുറ്റുകയാണ്. ഏതെങ്കിലും കരയിൽ അടിയണം, അല്ലെങ്കിൽ യുദ്ധം എന്ന് തീരും നാളെ തീരും എന്ന് പറഞ്ഞുകൊണ്ട് കരാറിലൊപ്പെടുന്ന ദിവസം നോക്കിക്കൊണ്ട് 20,000-ലധികം ക്രൂ അംഗങ്ങളും 1500-ലധികം കപ്പലുകളും അറേബ്യൻ ഗൾഫിൽ ചുറ്റുവട്ടത്തായി ഇപ്പോഴും തമ്പടിച്ച് കിടപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കൂട്ടത്തിലാണ് ഒരു കടലിൽ ഇങ്ങനെ ഒരു പുതിയ വൈറസിൻ്റെ ബാധയുണ്ടായി എന്നൊരു കപ്പലിനെ ചുറ്റിപ്പറ്റി വാർത്ത വരുന്നതും ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നതുമൊക്കെ എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നതാണ്. ആ കപ്പൽ ഏത് തീരത്തേക്കാണ് പോകുന്നത്? അവിടെ ഇറക്കി വിടുമോ? നങ്കൂരമിടാൻ അവസരം കൊടുക്കുമോ എന്നിങ്ങനെയുള്ള ആശങ്ക മറുഭാഗത്ത് യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലല്ലെങ്കിലും മനുഷ്യ കുലത്തെ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വൈറസിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറി വന്നതേയുള്ളൂ. 2019 ഒടുവിൽ ചൈനയിൽ ആരംഭിച്ച് 2020 എല്ലായിടത്തും വ്യാപിച്ച് 20, 21, 22, 23 ഒക്കെ ലോകത്തെ സ്തംഭിപ്പിച്ച ആ വൈറസിൻ്റെ ബാധയിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറി വരുമ്പോൾ പിന്നെ യുദ്ധമായി എത്രയെത്ര ആക്രമണങ്ങൾ നമ്മൾ കണ്ടു. വീണ്ടും ഇതാ വൈറസിൻ്റെ ബാധ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ പേടിപ്പിക്കുന്ന തരത്തിൽ പുതിയ തലമുറ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യരാശിയെ കാണേണ്ടത് എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. പ്രകൃതിയെ ബാധിക്കുന്ന വലിയൊരു വിപരീത സംഗതി കൂടി വരികയാണ്. ചില സാറ്റലൈറ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം, കിട്ടിയിരിക്കുന്ന ഇമേജ് പ്രകാരം അറേബ്യൻ ഗൾഫ് മേഖലയിലുള്ള ഇറാൻ്റെ ദ്വീപായിട്ടുള്ള ഖാർഗ് ഐലൻഡ്, അതിൻ്റെ ചുറ്റുവട്ടത്തായി സ്ക്വയർ കിലോമീറ്റർ കണക്കിന്, വളരെ ഡസൻസ് ഓഫ് സ്ക്വയേഴ്സ് കിലോമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്, അത്രയും നീളത്തിൽ അത്രയും പരപ്പിൽ എണ്ണപ്പാട് കാണുന്നത്രേ. സ്പിൽ ചെയ്തിരിക്കുന്ന, ചോർച്ച സംഭവിച്ചിരിക്കുന്ന എണ്ണ പടർന്ന് പിടിച്ചുകൊണ്ട് കടൽ നശീകരിച്ച് കിടക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് സാറ്റലൈറ്റുകൾ കാണിക്കുന്നതെന്ന്. ഇത് അങ്ങനെ ഇങ്ങനെ ആരും പറയുന്നതല്ല. ഇൻ്റർനാഷണലായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുടെ ഒബ്സർവേറ്ററി UN സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പറയുന്നത്. സ്ഥിരീകരണമുണ്ടോ? അമേരിക്കയൊന്നും പറഞ്ഞിട്ടില്ല, ഇറാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കടൽ മലീമസമായി കിടക്കുന്ന ചിത്രങ്ങൾ അവർ അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇറാൻ്റെ അവകാശവാദം ഇന്ന് വന്നിരിക്കുന്ന കൂടി നമ്മളൊന്ന് അറിയണം. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുന്നത് 120% മിസൈലുകളുടെ ലഭ്യത ഇപ്പോൾ ഇറാനുണ്ട് എന്നാണ്. അതാര് കൊടുത്തു? ഫെബ്രുവരി 28-ാം തീയതി പറയുമ്പോൾ 75% തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വപ്ന സാധ്യതാ ലിസ്റ്റിൻ്റെ 75% ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞ അബ്ബാസ് അറക്ചിയും ഇറാനും ഇപ്പോൾ പറയുന്നു 120% ഉണ്ടെന്ന്. ഇതിനിടയിൽ എത്രയോ മിസൈലുകൾ, എത്രയോ ഡ്രോണുകൾ ആയിരക്കണക്കിന് അവർ പായിക്കുകയും നശിപ്പിക്കപ്പെടുകയും അവിടേക്ക് ബോംബുകൾ വർഷിക്കപ്പെടുകയും എല്ലാം നശിച്ചു പോവുകയും ചെയ്തിട്ടും 120% ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ, ലക്ഷ്യത്തിനപ്പുറമുള്ള വീണ്ടും 5-1 കൂടി ഉണ്ടെന്ന് അവകാശപ്പെടാൻ ഇറാൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് എന്ന് ലോകം ചോദിക്കുകയാണ്. ചൈന സപ്ലൈ ചെയ്യും നേരത്തെ പറഞ്ഞിരുന്നു.
പുനർനിർമ്മാണത്തിന് സഹായിക്കും എന്ന് പറഞ്ഞിരുന്നു. സമാധാനമുണ്ടാക്കാൻ ഇടപെടും എന്ന് പറഞ്ഞിരുന്നു. ഇതിലേതൊക്കെയോ ചേർന്നിട്ടാണോ, റഷ്യയും ചൈനയും ഒന്ന് ചേർന്നിട്ടാണോ ഇറാൻ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായും മറ്റുള്ളവർ സംശയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വിഷയത്തിൽ മാർക്കോ റൂബിയോ എന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി യൂറോപ്പിൽ പോയിട്ട്, ഇറ്റലിയിൽ പോയിട്ട് പ്രൈം മിനിസ്റ്റർ അടക്കം കണ്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ വളരെ നിരാശയോട് കാര്യം പറയുന്നത്, ഞങ്ങൾ ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ യൂറോപ്പിലെ ആരും, പ്രത്യേകിച്ച് ഈ ഇറ്റലി പോലും സഹായിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഞങ്ങളെ അല്പം പോലും സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന വാഷിങ്ടന്റെ നീക്കങ്ങളെ ഒരു ചെറിയ കൈകൊണ്ട് പോലും സഹായിക്കാൻ തയ്യാറാകാത്ത യൂറോപ്പിനെതിരെ ശക്തമായി മാർക്കോ റൂബിയോ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇറ്റലി അടക്കമുള്ള യൂറോപ്യൻ ശക്തികൾ പറയുന്നത് കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കാം. ഇറ്റലിയും യൂറോപ്യൻ ശക്തികളും ഇന്ന് ഈ വിഷയത്തിൽ മാർക്കോ റൂബിയോയുടെ അഭിപ്രായ പ്രകടനത്തിൽ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: യുദ്ധത്തിൽ പങ്കെടുക്കാൻ യൂറോപ്പിന് സാധ്യമല്ല. ഇറ്റലിക്ക് തീരെ താല്പര്യമില്ല ഈ യുദ്ധത്തിൽ ഇടപെടാൻ. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് വേണ്ടിയുള്ള സമാധാന സംഭാഷണങ്ങളിൽ ഇടപെടാൻ പറ്റും. ഒറ്റ വ്യവസ്ഥ മാത്രം: വെടിനിർത്തൽ ശാശ്വതമായിരിക്കണം, സംഘർഷം അവസാനിപ്പിച്ച് നിർത്തണം. അങ്ങനെയാണെങ്കിൽ ഇടപെടാം, യുദ്ധത്തിൽ ഇടപെടില്ല. ഇറാനുമായ ഒരു യുദ്ധത്തിന് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുകയും ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ സഖ്യകക്ഷിയാവാൻ യൂറോപ്പിന് വയ്യ എന്ന് കൃത്യമായി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയും യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ഭരണാധികാരികളും മാർക്കോ റൂബിയോയെ അറിയിച്ചു കഴിഞ്ഞു. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർമാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, അരീൻ ബേക്കേഴ്സ്, eLessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ.